ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ എത്തിയിരിക്കുന്നു. കുറേ ദിവസമായില്ലേ, 2 ആഴ്ചയായിട്ട് വെനസ്ഡേ നമ്മുടെ ബ്യൂട്ടി വ്ളോഗൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ ബ്യൂട്ടി വ്ളോഗിലേക്ക് കിടക്കുന്നു. പക്ഷേ ഇന്ന് സ്കിൻ കെയർ അല്ല, ഇന്ന് ഹെയർ കെയർ ആണ്. ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ തലമുടി ട്രീറ്റഡ് ഹെയർ ആണ്. ഞാൻ കെരാറ്റിൻ ചെയ്യുന്ന മുടിയാണ്. ഇതിപ്പോൾ കെരാറ്റിനും അല്ല, ഇതിപ്പോൾ ബോട്ടോക്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഹെയർ കെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ തലയിൽ ഇങ്ങനെ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് എനിക്ക് ഹെയർ സലൂണിൽ തന്നെ പോയിട്ട് അവരുടെ തന്നെ സ്പായും ഹെയർ സ്പാ പിന്നെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് മുന്നേ ആണെങ്കിലോ അത് കഴിഞ്ഞിട്ടാണെങ്കിലോ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 6 മാസം വരെ നീണ്ടു നിൽക്കും ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമ്മൾ വീട്ടിൽ ഹെയറിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഹെയർ ഗ്രോത്ത് ടാർഗറ്റ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാം. തലമുടി പൊഴിച്ചിൽ കുറയാനായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാം. കൂടുതൽ റീഗ്രോത്ത് വരാനായിട്ട് ചെയ്യാം. സ്കാൽപ്പ് ക്ലീനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് വരില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സാധാരണയായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഡെമോ കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു കാര്യം ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഇതാണ് ആ ഓയിൽ. ഓക്കെ, ഈ എണ്ണ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. നമ്മൾ LN വ്ളോഗ്സിൽ ഇതിന് മുന്നേ ഹെയർ ഗ്രോത്തിനുള്ളൊരു നമ്മുടെ സാധാരണ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യം വെച്ചിട്ട് ഒരു മുടി വളരാനുള്ള എണ്ണ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നല്ല റിസൾട്ടാണ് ഒരുപാട് പേർക്ക് കൊടുത്തത്. അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, കുറേ കാര്യങ്ങൾ വേണം. ഇത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഓയിലാണ്. ഇതിന് വളരെ കുറച്ച് കാര്യം മതി, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ഇതിൽ കിടക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ ക്ലോസ് ഒക്കെ ഇത് ഞാൻ അരിച്ചൊന്നും മാറ്റിയിട്ടില്ല. കാര്യം ഇതിനകത്തിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ കിടന്നിട്ട് ഈ ഓയിലിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ട് ഓയിൽ ദിവസങ്ങൾ കഴിയും തോറും ഇത് കുറച്ചുകൂടി ബെറ്ററായി വരുള്ളൂ. അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വരും. അതിൻ്റെ താഴെ സെഡിമെൻറ്റ്സ് ആയിട്ട് ഇത് വന്ന് കിടക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് കാണണ്ടേ. ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് റോസ്മേരി. അത് ഇപ്പോൾ ഏറ്റവും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് റോസ്മേരി. ഹെയർ ഗ്രോത്തിന് നമ്പർ 1 ആയിട്ട് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് റോസ്മേരി എന്ന് പറഞ്ഞാൽ ഒരു ഹെർബാണ്. അത് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യമാണ് റോസ്മേരി. നമ്മളിപ്പോൾ എന്താ പറയുക, തൈമ്, ബേസിൽ ലീവ്സ്, ഒറിഗാനോ ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ അതിലൊരു കാര്യമാണ് റോസ്മേരി. പക്ഷെ അത് നമ്മുടെ ഹെയറിന് ഭയങ്കര നല്ലതാണ്, തലമുടിക്ക്. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് സീഡാണ്. ബ്ലാക്ക് സീഡ് എന്ന് പറയുമ്പോൾ കരിഞ്ചീരകം. കണ്ടു കഴിഞ്ഞാൽ എള്ള് പോലെ ഇരിക്കും. അതിനും ഭയങ്കര ഹെയർ ബെനിഫിറ്റ്സ് ആണ്. തലമുടിക്ക് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. 3ാമത്തെ കാര്യം ഉലുവ, ഫെനുഗ്രീക്ക്. അതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തലമുടിക്ക് വളരെ നല്ലതാണ്, നല്ല തണുപ്പാണ്. പിന്നെ നമ്മൾ സ്കാൽപ്പിലൊക്കെ ഹെയർ കെയറിൻ്റെ ഭാഗമായിട്ട് ഉലുവ പൊടിയോ അല്ലെങ്കിൽ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് അരച്ചതോ ഒക്കെ തേക്കുകയാണെങ്കിൽ നല്ല കൂളിംഗ് ആണ്. പ്ലസ് തലയിൽ ഡാൻഡ്രഫ് മുതലായ കാര്യങ്ങളൊക്കെ പോയി തലമുടി നല്ല സിൽക്കി ആൻഡ് സ്മൂത്ത് ആകും. അങ്ങനെയെല്ലാം ഗുണമുള്ള കാര്യമാണ്. ഈ 3 കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതിൽ തന്നെ ഉണ്ടാക്കി. ഓക്കെ, അതല്ല നിങ്ങൾക്ക് നല്ലെണ്ണ പകുതി സമമാണെങ്കിൽ നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അത് പ്രധാനമാണ്. ഇതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചേർത്തു, അലോവേറ. അലോവേറ എന്ന് പറയുമ്പോൾ അലോവേറ അറിയാലോ, അലോവേറ നമ്മുടെ കറ്റാർവാഴ, അതിൻ്റെ ജെല്ല് സ്കിന്നിന് ഹെയറിന് ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് ചിലർക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ കുഴപ്പമില്ല, സ്ട്രെയിറ്റ് സ്കിന്നിലിട്ടാലും നല്ലതാണ്. ചിലർക്ക് അത് അലർജിക്കാണ്. എനിക്ക് സ്ട്രെയിറ്റ് ഇടാൻ പറ്റില്ല. പക്ഷേ ഓയിൽ പണ്ട് തൊട്ട് അമ്മമാരൊക്കെ പറഞ്ഞു തന്ന അല്ലെങ്കിൽ മുത്തശ്ശിമാരുടെ കാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, തലമുടി വളരാനായിട്ട് കറ്റാർവാഴ ഇട്ട് കാച്ചിയ എണ്ണയാണ് തേക്കുന്നത്. സാധാരണ എൻ്റെ ചാറൊക്കെ എടുത്താണ് ചെയ്യുന്നത്. ഇത് അതുപോലും ചെയ്യേണ്ട, കുറച്ചുകൂടി ഈസി മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് 2-3 കാര്യങ്ങളും കൂടി പറഞ്ഞോട്ടെ. ഈ കരിഞ്ചീരകത്തിന് പല പേരുകളുണ്ട്. കാലോഞ്ചി എന്ന് പറയും, നിഗെല്ല സീഡ്സ് എന്ന് പറയും, നിഗെല്ലി സീഡ്സ്. അത് ഓരോ ലാംഗ്വേജിൽ, മറാഠിയിലൊരു ലാംഗ്വേജ്, ഹിന്ദിയിലൊരു കാര്യം പറയും, ബ്ലാക്ക് സീഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ, നമ്മൾ കരിഞ്ചീരകം എന്ന് പറയും. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള കാര്യമാണ് ഈ കരിഞ്ചീരകം. പിന്നെ അത് ആൻറ്റി ബാക്ടീരിയകളാണ്, ആൻറ്റി ഫംഗലാണ്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നമ്മുടെ ഡാൻഡ്രഫ് മുതലായ കാര്യങ്ങൾ വരില്ല. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ നമ്മുടെ ഹെയർ ഡാമേജ് റിവേഴ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഹെയറിന് ഡാമേജ് ഉണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് നമുക്ക് ഹെയർ ഗ്രോത്ത്, ഒരുപാട് മുടിയൊക്കെ പൊഴിയുന്നുണ്ടെങ്കിൽ ആ പൊഴിച്ചിലെല്ലാം മാറ്റിയിട്ട് പുതിയ റീഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. വീണ്ടും പുതിയ ഹെയർ വരാനായിട്ട് സഹായിക്കും. മാത്രമല്ല നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെച്ചിട്ട് സ്കാൽപ്പിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത്, ഹെയർ കെയറിന് ബെസ്റ്റാണ് കാലോഞ്ചി അഥവാ ഈ ബ്ലാക്ക് സീഡ് അഥവാ കരിഞ്ചീരകം. അപ്പോൾ മറക്കണ്ട, കരിഞ്ചീരകം പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. 2ാമത്തെ കാര്യം ഉലുവയാണ്. ഉലുവ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നറിഷ് ചെയ്തിട്ടാണ്.
ഇതിനകത്ത് പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഉലുവയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്കിൾസിനെ നറിഷ് ചെയ്യും. അതുവഴി സ്കാൽപ്പിൻ്റെ ആരോഗ്യം കൂട്ടുകയും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് അതായത് സ്കാൽപ്പിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. നല്ല തണുപ്പാണ് ഉലുവ. പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഉലുവയിൽ. അത് തന്നെ ഹെയറിൻ്റെ ഷാഫ്റ്റിനെയൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യും, ഹെയർ ഫോള് കുറയ്ക്കും, പിന്നെ പുതിയ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട്, പുതിയ മുടി വളരാനായിട്ടും സഹായിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടെ ഉലുവയിൽ. അപ്പോൾ ഉലുവ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചേരുവ. പിന്നെ രണ്ടാമത് വരുന്ന ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ഹെയർ ആയിരിക്കുകയും ചെയ്യും. ഹെയർ സ്ട്രാൻഡ്സ് വളരെ സ്ട്രെങ്ത് ഉള്ള ഹെൽത്തി ഹെയർ സ്ട്രാൻഡ്സാണ് ഈ ഉലുവ തേച്ചാൽ നമുക്ക് പിന്നെ പൊഴിഞ്ഞിട്ട് പിന്നെ വരുന്ന തലമുടിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ഉലുവ. മൂന്നാമത്തത് റോസ്മേരി. റോസ്മേരിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഫൈറ്റോ കെമിക്കൽസ്. ഇത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളമായിട്ട് നമ്മുടെ ഹെയറിനെ അത് വളരാൻ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഹെയർ റൂട്ട്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയും ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ന്യൂ ഹെയർ ഉണ്ടാകാനായിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റിമുലേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് നമ്മുടെ ഫോളിക്കിൾസിന് കൊടുക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ റോസ്മേരി റിജുവിനേറ്റ്സ് ഹെയർ സെൽസ്, അങ്ങനെയും കൂടിയുണ്ട്. ഹെയറിൻ്റെ സെൽസിനെ റിജുവിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡള്ളായിട്ടിരിക്കുന്ന ഹെയർ സെൽസ് പോലും റിജുവിനേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ റോസ്മേരി ഓയിൽ മാത്രമല്ല, റോസ്മേരി വാട്ടർ, എനിക്കൊന്നതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. റോസ്മേരി വാട്ടർ എല്ലാ ദിവസവും രാത്രി സ്കാൽപ്പിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കിടക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ ഹെയർ സെൽസിനെയൊക്കെ റിജുവിനേറ്റ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ ഹെയറിൻ്റെ ലോസ്, അതായത് മുടി പൊഴിച്ചിൽ തടയാൻ സാധിക്കും. ഡാൻഡ്രഫ് ഒരു പരിധി വരെ അല്ല, കംപ്ലീറ്റ് ഡാൻഡ്രഫും മാറും, പുതിയ ഹെയർ ഗ്രോത്ത് വരികയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റോസ്മേരി ഈസ് അഗെയിൻ എ വെരി വെരി ഇഫക്റ്റീവ് റെമഡി ഫോർ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ. അപ്പോൾ ഹെയർ കെയറിന് ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇത് മൂന്നാമത്തെ കാര്യം. നാലാമത്താണ് നമ്മുടെ അലോവേറ. അലോവേറയാണ് നമ്പർ 1. ഓക്കെ, എന്തായാലും ഈ 4 ചേരുവകൾ പ്ലസ് ദി ഓയിൽ ഇത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോവാം. നമുക്ക് കിച്ചണിൽ പോയിട്ട് ഞാൻ അതിൻ്റെ ക്ലോസിൽ കാണിച്ചു തരാം. ഞാൻ ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ കണ്ടുവരിക. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ, ഇത് 1/2 കിലോ വെളിച്ചെണ്ണ. ഇതിലേക്ക് ആദ്യം നമ്മൾ ഒരു കറ്റാർവാഴയുടെ പീസ്, നമ്മുടെ ഫ്രഷാണ്, നമ്മുടെ ടെറസിൽ നിന്നും പറിച്ചിട്ട് വന്നാണ്, ടെറസ് ഗാർഡനിൽ നിന്ന്. അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ചേർക്കുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നു. ഇതിനകത്തുള്ള ഈർപ്പമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി തിളയ്ക്കും. എണ്ണയിൽ ഇങ്ങനെ കിടന്ന് വാടി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇത് അരച്ചല്ല ചേർക്കുന്നത്, അല്ലാണ്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇനിയാണ് ചേർക്കേണ്ട ബാക്കി പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. നമ്മുടെ കറുത്ത ജീരകം, കരിഞ്ജീരകം ഒരു 25 ഗ്രാം, നമ്മുടെ ഉലുവ 50 ഗ്രാം ഉലുവ, ഇപ്പോൾ ഏതാണ്ട് എല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ, ഉലുവയുടെ ഒക്കെ നിറം മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നല്ല മണം, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ നമ്മുടെ കറ്റാർവാഴയൊക്കെ നല്ല തണുപ്പാണ്, ഒരുപാട് തണുപ്പുള്ള കാര്യമാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ജലദോഷം അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ തലയിൽ തേക്കാൻ പറ്റാത്തവർക്ക് ഈ കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ്. തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ചൂടെന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക ചീനച്ചട്ടിയുടെ ചൂടാണ്. റോസ്മേരി ചേർക്കുന്നു. റോസ്മേരി ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു കുപ്പിയുടെ പകുതി. ഇത് 15 ഗ്രാമാണ്, 15 ഗ്രാമിൻ്റെ പകുതി. ഇതൊരു 7 ഗ്രാം 7.5 ഗ്രാമോളം ചേർത്തു.
അതും കൂടി ഇതിനകത്ത് കിടന്നിട്ട് ഇൻഫ്യൂസ്ഡ് ആയിക്കോളും. അതിൻ്റെ ഗുണവും ഈ ഓയിലിലേക്ക് കിട്ടും. അതിൻ്റെ മണവും വന്നു കഴിഞ്ഞു. ഓ മൈ ഗോഡ്, നല്ല ചൂട് എണ്ണയാണ്. തീ ഓഫ് ചെയ്തിട്ടാണ് ഞാനിതെല്ലാം അവസാനത്തെ കാര്യം ചേർത്ത് നല്ല വൃത്തിയുള്ളൊരു കുപ്പിയിലാക്കി വയ്ക്കാം. അരിച്ചല്ല വയ്ക്കുന്നത്, ഇതോടുകൂടി തന്നെ വയ്ക്കും. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് കിടന്നിട്ട് വീണ്ടും ആ ഓയിലിൽ ഇതിൻ്റെ എല്ലാം ഗുണം ഇറങ്ങി ഇൻഫ്യൂസ്ഡ് ആയിട്ട് കിട്ടും. എണ്ണയുടെ കളർ ചെറുതായി മാറി തുടങ്ങിയിട്ടുണ്ട്, ലൈറ്റ് ഒരു ഗ്രീൻ കളർ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുടി വളർച്ചയ്ക്കും മുടി പൊഴിച്ചിലിനും എല്ലാം ഒരു പ്രതിവിധിയായിട്ടുള്ളൊരു ഓയിൽ. കഴിഞ്ഞു. ഇത് തണുത്തിട്ട് കുപ്പിയിലാക്കാം. കണ്ടല്ലോ, ഇതാണ് എണ്ണയുടെ കളറ്. ഇപ്പോഴത്തെ കളറാണ്. ഇതിപ്പം ഒരു 2 ദിവസം പഴക്കമുണ്ട്. 2 ദിവസം മുന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, കളർ മാറിയത് കണ്ടോ? ഇങ്ങനെ മാറി. ഇതിങ്ങനെ അകത്ത് കിടന്ന് തന്നെ ഇതിൻ്റെ സത്തൊക്കെ ഇങ്ങനെ, ഇത് ഇൻഫ്യൂസ്ഡ് എന്ന് പറയും. നമ്മൾ ഹേർബ്സൊക്കെ ഇട്ടിട്ട് എണ്ണ ഇട്ട് വയ്ക്കും, പിന്നെ ഹേർബ്സ് ഇട്ടിട്ട് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് വയ്ക്കും, പല കാര്യങ്ങൾ ഇട്ടിട്ട്. അതിലൊക്കെ ഇതിൻ്റെ സത്തിറങ്ങും. അതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ അയ്യോ ചിന്തിക്കാൻ പോലും പറ്റില്ല. നല്ല മണമാണ്. ആഹാ, നല്ല ഔഷധ ഗുണമുള്ള നല്ല എന്താ ആയുർവേദിക് ഒരു ഓയിൽ പോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ആഴ്ചയിൽ 2-3 ദിവസം നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ മസാജ് എന്ത് ചെയ്താലും അത് തലയിൽ ഇട്ടേക്കരുത്. അത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിടുന്നു. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒരു ഹോട്ട് ടവൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു സ്റ്റീം കൊടുക്കുന്നത് നല്ലതാണ്. പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു തുള്ളി എണ്ണ പോലും സ്കാൽപ്പിലോ മുടിയിലോ ബാക്കി വെക്കരുത്. കംപ്ലീറ്റ് വാഷ് ചെയ്ത് കളയണം. അത് ഷാമ്പൂ കൊണ്ടാകാം, അല്ലെങ്കിൽ പയറുപൊടി കൊണ്ടാകാം, അതല്ലെങ്കിൽ കടലമാവാകാം, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ താളിയില ഉണ്ടാകാം. എന്താണെങ്കിലും നാച്ചുറൽ വെയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ചെയ്യുക. കെമിക്കൽസ് അധികം ഇല്ലാത്ത ഷാമ്പൂ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ. അത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇത് ട്രീറ്റഡ് ഹെയർ ഉള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അല്ലാത്ത എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. നന്നായിട്ട് തലമുടി ഒരുപാട് പൊഴിയുന്നവർക്ക് ഇതിനൊരു പരിഹാരമാണ്. പുതിയ ഹെയർ ഗ്രോത്തിന് നിങ്ങളെ സഹായിക്കും. ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മാസം ഉപയോഗിച്ച് നോക്കുക, നല്ല വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഉണ്ടാക്കി നോക്കിയാൽ മാത്രമല്ല, ഉപയോഗിച്ചൊരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.